എല്ലാ കൂട്ടുകാർക്കും ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസ്കൃതം 7ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഈ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇതേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഒരു തവണ കൂടി ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. അതോ ദത്തയോഹോ കവിതാംശയോഹോ വിശ്വസോദര ഭാവന ഹൃദി ആവശ്യകി ഇത്യാശയുക്ത പങ്ക്തി ചിത്വാ ലിഖതോ. ചിന്ത ഹൃദയത്തിൽ ആവശ്യമാണ് എന്ന ആശയമുള്ള വരികൾ ഈ ശ്ലോകത്തിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇത് വായിച്ചു നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടായിരിക്കും. ശ്ലോകം എല്ലാവരും വായിച്ചോ. ഹീന ചിന്താം വർജയന്തോ ജ്ഞാനഭാനുമുപാസ്മഹേ അജ്ഞതാധ്യം വാരയന്തോ യാമ സന്തതമഗ്രതഃ എന്നതാണ് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം വിശ്വമഖിലം ജേതുമചിരാത് മിത്രകാണി യഥാമഹേ വിശ്വസോദര ഭാവനാം ഹൃദി ശാശ്വതം കലയാമരേ. ആൻസർ എന്താണ്? രണ്ടാമത് തന്നിട്ടുള്ള ശ്ലോകമായ വിശ്വസോദര ഭാവനാം ഹൃദി എന്ന ശ്ലോകമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത്. ഇതിൽ തന്നെയുള്ള നെക്സ്റ്റ് പ്രവർത്തനമാണ്. അതിനു മുൻപായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആരൊക്കെയാണ് നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് അതോ ദത്തേഷു ഉചിത പ്രസ്താവന ക. ഇവിടെ 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? മഹാഭാരതസ്യ കർത്താ ഭവതി വേദവ്യാസഃ. രണ്ടാമത്തെ പ്രസ്താവന മഹാഭാരതം ഇതിഹാസകാവ്യം ഭവതി. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ എന്തൊക്കെയാണ്? എ എന്ന് എഴുതിയിട്ടുള്ളതിൽ 1 എന്ന പ്രസ്താവന അനുചിത പ്രസ്താവന. 1 എന്നുള്ള പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബി 2 അനുചിത പ്രസ്താവന. 2 എന്നുള്ളതും ഉചിതമായ പ്രസ്താവനയാണ്, ശരിയായ പ്രസ്താവനയാണ്. 3 1 2 പ്രസ്താവനകൾ ശരിയാണ് എന്നും ഓപ്ഷൻ ഡി 1 2 പ്രസ്താവനകൾ തെറ്റ് എന്നുമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത പ്രവർത്തനമാണ് ചിത്രാനുസാരം പാദ ടിപ്പണിയും ലിഖതോ. ചിത്രം നോക്കിയിട്ട് ഇവിടെ ബോക്സിനുള്ളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ചിത്രത്തിന് യോജിക്കുന്നത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. വൃക്ഷാരോപണേന പ്രകൃതി സംരക്ഷണം, സഹജീവി സ്നേഹ ആവശ്യക, മൈത്രി സന്തോഷദായിനി, വാർത്താശ്രവണം ജ്ഞാനവർദ്ധനായ എന്നിവയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. ഈ ചിത്രങ്ങൾക്ക് താഴെ എഴുതേണ്ട ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? 1 എന്ന് എഴുതിയിട്ടുള്ള ചിത്രത്തിന് താഴെ നമ്മൾ എഴുതേണ്ട കാര്യമാണ് മൈത്രി സന്തോഷദായിനി എന്നത്. 2 എന്ന ചിത്രത്തിന് താഴെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വൃക്ഷാരോപണേന പ്രകൃതി സംരക്ഷണം. 3 എന്നതിൽ സഹജീവി സ്നേഹ ആവശ്യക. 4 എന്നതിൽ വാർത്താശ്രവണം ജ്ഞാനവർദ്ധനായ. നെക്സ്റ്റ് പ്രവർത്തനം അധോ ദത്തേഷു ഉചിതഃ ഗണഃ കഃ. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായ ഗണം ഏതാണ്? ഓപ്ഷൻസ് ആണ് ഉപരതാഃ, സാരമേയഃ, യാനം, സൈനികാഃ. തൊട്ടപ്പുറത്തുള്ളത് നോക്കൂ. വാഹനം, മൃതാഃ, ഭടഃ, ശുനകഃ. ഇത് നമ്മൾ ശരിയായി എങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. ഉപരതാഃ എന്നത് മൃതാഃ എന്നതിലേക്ക് യോജിപ്പിക്കുക. സാരമേയഃ എന്നതിനെ ശുനകഃ എന്നതിലേക്ക്, യാനം എന്നത് വാഹനം എന്നതിലേക്കും, സൈനികഃ എന്നത് ഭടഃ എന്നതിലേക്കുമാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. ഓപ്ഷൻസിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യമാണ്
പ്രവർത്തനം 3. അതോ ദത്തസ്യ ശ്ലോകസ്യ ഗദ്യക്രമം ലിഖതോ. ഇവിടെ നമുക്കൊരു ശ്ലോകം നൽകിയിട്ടുണ്ട്. ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ അതിന് ഗദ്യക്രമം കണ്ടെത്തണം. ശ്ലോകമാണ്: തമഹം ഭ്രാതരം ദൃഷ്ട്വാ സൂര്യരശ്മീഭിരർത്ഥിതം പക്ഷാഭ്യാം ഛാദയാമാസ സ്നേഹാത് പരമവിഹ്വലം. ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. ശരിയായവ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത്. ഉത്തരങ്ങൾ പൂരിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്: സൂര്യരശ്മിഭിഹി ഡാഷ് ഇട്ട സ്ഥലത്ത് അർദ്ധിതം പരമവിഹ്ലതം ഡാഷ് ഇട്ട സ്ഥലത്ത് ഭ്രാതരം ദൃഷ്ട്വാ വീണ്ടും ഡാഷ് ഇട്ട സ്ഥലത്ത് അഹം സ്നേഹാത് പക്ഷാഭ്യാം തം ഛാദയാമാസ എന്നാണ് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ചോദ്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കുറേ കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് വീണ്ടും ഒന്നും കൂടി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫുൾ വീഡിയോ കാണണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 7ാം ക്ലാസ്സിലെ വീഡിയോയുടെ ലിങ്ക് ഇടാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് കൂടി അടിക്കുക. ഇതിൽ തന്നെ വരുന്ന നെക്സ്റ്റ് പ്രവർത്തനമാണ് അതോ ദത്തേഷു ഉചിതഃ ഗണഃ കഃ. താഴെ തന്നിട്ടുള്ളവയിൽ ഉചിതമായ ഗണം ഏതാണ്? പഞ്ചതന്ത്രം, രഘുവംശഃ, മഹാഭാരതം, വിഷ്ണു ശർമ്മ, കാളിദാസഃ, ശൂദ്രകഃ എന്നിവയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ്. പഞ്ചതന്ത്രം എന്നത് വിഷ്ണു ശർമ്മ എന്നതിലേക്ക് തന്നെയാണ് യോജിപ്പിക്കേണ്ടത്. രഘുവംശം കാളിദാസഃ, മഹാഭാരതം ശൂദ്രകഃ എന്നതല്ല. ഈ ആൻസർ തെറ്റാണ്. മഹാഭാരതം എഴുതിയിട്ടുള്ളത് ആരാണ്? വേദവ്യാസനാണ്. ഇതിൽ നൽകിയിട്ടുള്ളത് ശൂദ്രകഃ എന്നതായതിനാൽ ഈ ആൻസർ തെറ്റാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? ശരിയായ ജോഡി കണ്ടെത്താനായിരുന്നു. ശരിയായിട്ടുള്ള ജോഡികൾ അപ്പോൾ ഏതെല്ലാമാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. അതിനാൽ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ എന്നതാണ്.